സർജറി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് എന്തെങ്കിലും ഒരു മെഡിസിൻസിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിംറ്റം വരുമ്പോഴാണ് പലപ്പോഴും സർജറി വരിക. ഇല്ലാണ്ട് സർജറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രൈം ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ചിലപ്പോൾ സർജറി ആയിരിക്കാം. ഇപ്പോൾ ശരീരം നമ്മളോട് എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് പലപ്പോഴും വേദനയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തടിപ്പ് പോലെ ആകാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസോ, അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫുഡ് ഇൻടോളറൻസോ അല്ലെങ്കിൽ ഛർദി അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് നോർമലായിട്ട് തോന്നാത്ത ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു മെഡിക്കൽ കോസും ആവാം, സർജിക്കൽ കോസും ആവാം. അതിപ്പോൾ സാധാരണ ഇതിൽ സർജിക്കൽ കോസുകളിൽ വരുന്നത് സാധാരണ തടിപ്പുകളാവാം, ചിലപ്പോൾ ഒരു ഹെർണിയ ആകാം. ഹെർണിയ എന്ന് പറയുമ്പോൾ ഒടിയിൽ വരുന്ന ഒരു തരം വീർമതയാണ്. അത് കുടലിറങ്ങി വരുമ്പോഴാണ്. അത് പലപ്പോഴും ആൾക്കാർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്ന് കുടുങ്ങി തുടങ്ങുമ്പോഴായിരിക്കും വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ പല പല ലക്ഷണങ്ങളാവാം. സർജിക്കലാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പലപ്പോഴും കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരം നമ്മളോട് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട് ഫ്രം നോർമൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. നോർമലായിട്ട് തന്നെ പല ആൾക്കാർക്കും ഒരു വയറിനൊരു ഡിസ്കംഫർട്ട് ചിലപ്പോൾ തോന്നാം. അത് ചിലപ്പോൾ ഒരു നോർമൽ ദിനചര്യയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വിശന്നിരുന്ന് കഴിഞ്ഞാൽ വയറുവേദന വരാം. പിന്നെയുള്ളത് നമ്മളിപ്പോൾ ഒത്തിരി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന വരാം, അല്ലെങ്കിൽ മലം പോകാണ്ട് വയറ് വീർത്തിരിക്കുന്നു, അല്ലെങ്കിൽ മലം ഉറച്ചിരിക്കുന്നുണ്ടെങ്കിൽ വയറുവേദന വരാം. ഇത് എപ്പോഴാണോ നമ്മുടെ ഒരു നോർമൽ ദിനചര്യയുടെ ഒരു ഇതിൽ നിന്ന് വ്യത്യാസമായി വരുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു അബ്നോർമലായി വരുന്നു, അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരാറുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഡിസീസിൻ്റെ ഒരു ലക്ഷണം തന്നെ ആയിരിക്കാം. ഇപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഇപ്പോൾ ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു നെഞ്ചരിച്ചില്ല, അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും പറയാൻ പറ്റുന്നുണ്ടാവുക. പലരും പേടിക്കുന്ന ഒരു അസുഖമാണ് വയറുവേദന വന്നു കഴിഞ്ഞാൽ. അത് അപ്പൻഡിസൈറ്റിസ് ആവുമോ അല്ലെങ്കിൽ അത് പൊട്ടുമോ എന്നൊക്കെയുള്ള പേടിയാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ഈ ഏർലി സ്റ്റേജസിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. പിന്നെ ആൾക്കാർ അറിയാത്തൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അപ്പൻഡിസൈറ്റിസ് വരികയാണെന്ന് വെച്ചാൽ ചില കേസുകളിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റും ട്രൈ ചെയ്യാം. പക്ഷെ അത് സർജിക്കൽ മാനേജ്മെൻറ്റ് അത്ര ബെസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മതിയാവും. ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങ് സെറ്റിലാവും. ഒരു 70% ആൾക്കാരിൽ. ഇപ്പോൾ പലപ്പോഴും നമുക്കൊരു സർജറീനെ പേടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവും. അപ്പോൾ ചില കേസുകൾ നമുക്ക് കണ്ടാൽ അറിയാം അത് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, പഴുപ്പൊന്നുമില്ല, വയറ് തൊടുമ്പോഴും അങ്ങനെ കാര്യമായിട്ടൊരു എന്താ പറയുക അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാൻ നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ CT സ്കാനിലോ നേരിയതായിട്ടൊരു നീർക്കെട്ട് അങ്ങനെ തന്നെ ഉള്ളെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൽ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് വീണ്ടും പ്രശ്നങ്ങളായി വരാം. അപ്പോൾ എന്തായാലും സർജറി വേണ്ടി വരും. ഫസ്റ്റ് ടൈമിൽ അങ്ങനെ വരുമ്പോൾ പല ആൾക്കാരിലും മെഡിക്കൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതാണ് പലർക്കും അറിയാത്തൊരു കാര്യം. പിന്നെ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും പൊട്ടും, എന്തായാലും അത് ഒരു എന്താ പറയുക റിസ്ക് ഉള്ള സംഭവമാണെന്നുള്ളൊരു ഇതുണ്ട്. അത് ഒരു ശരി തന്നെയാണ്, പക്ഷെ അത് പേടിക്കാൻ മാത്രമുള്ളൊരു സംഭവമല്ല. അത് വേദന വന്ന ഉടനെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 24-48 hours കഴിഞ്ഞിട്ടാണ് അത് പൊട്ടുക. അപ്പോൾ വേദന വന്നു, സംശയം എന്തെങ്കിലും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ കാണിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, ഉടനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റും. അത് അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു തരം കണ്ടീഷൻ തന്നെയാണ്. ഹെർണിയ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഹെർണിയ ആണുങ്ങളിലൊരു 1 out of 10 ആൾക്കാരിൽ ഹെർണിയ വരും. ഹെർണിയ എന്ന് പറയുമ്പോൾ ഈ ഒടിയിൽ ആണ് സാധാരണ ഇതിൽ കാണുക. ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയും. പിന്നെ പൊക്കിളിലും വരാം, അംബലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞിട്ട്. ചില കേസുകളിൽ ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയും. നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയിൽ ഉള്ളിൽ അന്നനാളം വന്ന ആമാശയം യോജിക്കുന്ന പോയിന്റിൽ ഹയാറ്റസ് ഹെർണിയാണ്. പല ഹെർണികളുണ്ട്. അപ്പോൾ സാധാരണ ഇതിൽ ഹെർണിയ എന്ന് പറയുമ്പോൾ ഈ ഒടിയിൽ വരുന്ന ഹെർണിയ ആയിരിക്കും ആൾക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഒടിയിൽ വരുന്ന ഹെർണിയ സാധാരണ ഇതിൽ തുടങ്ങുന്നത് ഒന്നുകിൽ ഒരു യങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനായിരിക്കാം, മേ ബി ഒരു 20-30 ഇതിൽ. അത് പല ആൾക്കാർക്കും ഒരു ജന്മനാ ഉള്ളൊരു ചെറിയൊരു ചേഞ്ച് കാരണം വരുന്നതായിരിക്കാം. പിന്നെ ഒരു എൽഡർലി ഒരു 50+ ആയിട്ടുള്ള ആൾക്കാരിൽ ഇതിൽ വന്ന് തുടങ്ങാനായിട്ടുള്ള കാരണം പലപ്പോഴും അറിയാതെ വരുന്ന ഒരു വയറിൻ്റെ ഒരു സ്ട്രെയിൻ ആയിരിക്കാം. ചിലപ്പോൾ ഒരു വിട്ടുമാറാത്ത ചുമയോ അല്ലെങ്കിൽ തുമ്മലോ, അല്ലെങ്കിൽ യൂറിൻ പോകുമ്പോൾ ചെറുതായിട്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. രാത്രി എണീറ്റ് 1-2 തവണ യൂറിൻ പോകുന്നു, അങ്ങനെ ചെറിയൊരു സ്ട്രെയിൻ ആയിരിക്കും പലർക്കും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ കൂടെ പലപ്പോഴും യൂറിൻ പോകുന്നതിൻ്റെ സൈഡിലായിട്ട് ഒടിയിൽ 1-2 സൈഡിലായിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു ബൾജ് പോലെ, വേദന ഇല്ലാത്ത ബൾജായിട്ടായിരിക്കും പലപ്പോഴും തുടങ്ങുക. വേദന ഇല്ലാത്തൊരവസ്ഥയിൽ ട്രീറ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. വേദന വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ കുടൽ കുടുങ്ങുന്നു, അല്ലെങ്കിൽ കുടലിലേക്കുള്ള രക്തോട്ടം കുറയുന്നു എന്നുള്ളതാകാം ഈ വേദനയുടെ ലക്ഷണം. അപ്പോൾ പലരും വേദനയായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. പക്ഷേ വേദന ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ആ ഒരു സംഭവം ക്ലിയർ ആയിട്ടും അധികം കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ സാധാരണ ഇതിൽ സർജറി ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് കുടലിൽ തള്ളിപ്പോയതിനെ തിരിച്ച് നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് ഇവിടെ ഒരു മെഷ് എന്ന് പറഞ്ഞൊരു ഇതാണ് സാധാരണ ഇതിൽ ചെയ്യാറ്. അപ്പോൾ അത് മെഷ് എന്ന് പറയുമ്പോൾ ഒരു ഇംപ്ലാന്റ് ആണ്. ഇംപ്ലാന്റ് വെക്കുമ്പോൾ അതിൽ തീരെ ഇൻഫെക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ വേണം വെക്കാൻ. അപ്പോൾ വേദന വന്ന് കുടൽ കുടുങ്ങിപ്പോയി നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ എന്തോരം ബെറ്ററാണ് ഈ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ഒടിയിലൊരു വീർമത ഉണ്ടെങ്കിൽ അത് ഹെർണിയ ആകാം എന്നുള്ളതാണ്. വളരെ കോമൺലി ആണുങ്ങളിലാണ് വരാറ്. പിന്നെ ഇൻസിഷണൽ ഹെർണിയ എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിലിൻ്റെ ഒരു ബലമുണ്ട്. അത് നമ്മൾ എത്ര ശക്തിയായിട്ട് കൂട്ടി യോജിച്ചാലും ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ശക്തി എന്തായാലും വരില്ല. അപ്പോൾ ആ പോയിന്റ് എപ്പോഴും വീക്ക് ആയിരിക്കും. ആ ഒരു പോയിന്റ് സ്കാറിൽ വരുന്ന ഹെർണിയനാണ് ഇൻസിഷണൽ ഹെർണിയ. ഇൻസിഷൻ എന്ന് പറയുമ്പോൾ കട്ട്. അപ്പോൾ ആ ഒരു പോയിന്റിലും ഹെർണിയ ഉണ്ടെങ്കിൽ ആദ്യം വരുന്ന ലക്ഷണം ചിലപ്പോൾ ഒരു ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ചെറുതായിട്ട് ബൾജ് പോലെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് പലരും പ്രശ്നമായി കാണുന്ന ഒരു വേദന വരുമ്പോഴാണ്. വേദന വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളിൽ തള്ളി വന്നിരിക്കുന്ന കുടലോ അല്ലെങ്കിൽ കുടലിൻ്റെ കൂടെ കാണുന്ന ഫാറ്റ് ചിലപ്പോൾ കുടുങ്ങുമ്പോഴായിരിക്കും. അപ്പോൾ അതിലേക്ക് രക്തോട്ടം കുറയുമ്പോഴായിരിക്കും പലപ്പോഴും പേടിച്ച് നമ്മുടെ അടുത്ത ആൾക്കാർ വരാറുള്ളത്. അപ്പം വേദന വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു മെസ്സേജ്. നമ്മളിപ്പോൾ ഇങ്ങനെ PG പഠിക്കുന്ന ഒരു സമയത്ത് മേ ബി ഒരു 10 years മുമ്പ് നമ്മൾ ഓപ്പൺ ഹെർണിയ ആണ് ചെയ്തിരുന്നത്. നമ്മളൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ ഓപ്പൺ ഹെർണിയ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു പോപ്പുലേഷനും അങ്ങനത്തെ വളരെ പുവറായിട്ടുള്ള പേഷ്യൻസ് ആയിരുന്നു. മെഡിക്കൽ കോളേജ് ഉള്ള ചിലപ്പോൾ പലപ്പോഴും അവിടെ മെഡിക്കൽ കോളേജുകളിലും പലപ്പോഴും ഈ ലാപ്രോസ്കോപ്പി ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്ക് ആ ഒരു സമയത്ത് അത്ര ഡെവലപ്ഡ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ ഡെവലപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ ഈ ഒരു ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മിനിമൽ ആക്സസ് സർജറി, അതിൽ നമ്മൾ ഈ സർജറിയുടെ ഒരു ട്രോമയുണ്ട്. ട്രോമ എന്ന് പറയുമ്പോൾ ഇഞ്ചുറി. ആ ട്രോമ കുറയ്ക്കുക എന്നാണ് ഈ മിനിമൽ ആക്സസ്. അപ്പോൾ ആക്സസിൻ്റെ ട്രോമ കുറയ്ക്കുക എന്നാണ് ഈ മിനിമൽ ആക്സസ് സർജറിയുടെ ഒരു സിദ്ധാന്തം തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഈ സർജറി ചെയ്യാനായിട്ട് നമ്മൾ ശരീരത്തിന് എത്ര മുറിവ് ഉണ്ടാക്കുന്നോ അത്രയും ഡിലേ ഉണ്ടാകും ആ മുറിവ് ഉണങ്ങി നോർമലായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള. അപ്പോൾ ഒരു റിട്ടേൺ ടു നോർമൽ ആക്ടിവിറ്റി, റിട്ടേൺ ടു നോർമൽ ലൈഫ് എന്തുകൊണ്ടും ലാപ്രോസ്കോപ്പിക് സർജറിയിൽ എന്തുകൊണ്ടും ഫാസ്റ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഓപ്പൺ സർജറിനേക്കാളും കുറച്ച് ഇത്ര എമൗണ്ട് കൂടുതലാണല്ലോ, അപ്പോൾ അത് കാരണം നമ്മൾ ഇത്രയും ഇത് ചെയ്യണോ, നമ്മൾ ഇത്രയും ലാഭിക്കുകയല്ലേ നല്ലതെന്ന് വിചാരിക്കും. പക്ഷെ പലപ്പോഴും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവുക പേഷ്യൻറ്റിൻ്റെ ഒരു ദിവസം എക്സ്ട്രാ ജോലി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ പലപ്പോഴും മാസങ്ങളായിരിക്കും. ഇപ്പോൾ ഓപ്പൺ ഹെർണിയ സർജറി കഴിഞ്ഞിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. വേദനയും ഒരു റിക്കവറി ഒരു സ്ലോ ആയിട്ട് കാരണം. ലാപ്രോസ്കോപ്പിക് സർജറി ആകുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ സർജറി കഴിഞ്ഞൊരു 3-4 days കഴിഞ്ഞിട്ട് നമുക്കൊരു ഇരുന്നിട്ട് ചെയ്യാനുള്ള ജോലിയാണ് വെച്ചാൽ അത് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചോളം എന്തോരം ജോലിക്ക് ഫാസ്റ്റായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നു, അതായിരിക്കും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പി ആക്ച്വലി ചീപ്പറാണ്. ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പണും ലാപ്രോസ്കോപ്പിയും തമ്മിൽ വലിയൊരു കോസ്റ്റ് വ്യത്യാസം ഇല്ല. കാരണം ലാപ്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മെഷും എല്ലാം സിമിലർ ആയിട്ടുള്ള മെഷ് തന്നെയാണ്. അപ്പോൾ എസ്പെഷ്യലി ഒടിയിലുള്ള ഹെർണിയുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ കോസ്റ്റ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ടെങ്കിലും അത് ആക്ച്വലി പേഷ്യൻറ്റിന് വരുന്ന ബെനിഫിറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ബെനിഫിറ്റായിട്ട് പേഷ്യൻറ്റിന് കിട്ടുന്നുണ്ട്. തിരിച്ച് വേഗം ജോലിക്ക് പോകാൻ പറ്റുന്ന മേ ബി 1-2 മാസത്തെ സാലറി കിട്ടുകയാണെന്ന് വെച്ചാൽ ആ ഒരു വ്യത്യാസം എന്തായാലും കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ബെനിഫിറ്റ് എന്തായാലും ലാപ്രോസ്കോപ്പി ആയിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഉള്ളത്. പേഷ്യൻറ്റിന് ഒരു റിക്കവറി ബോഡി ഒരു പോയിന്റ് നോക്കുകയാണെന്ന് വെച്ചാലും ഫിനാൻഷ്യൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു പരിധിവരെ സ്വയം ചികിത്സ പലരും നടത്താറുണ്ട്. അതിപ്പോൾ അപകടകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആകുമ്പോഴായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് അപകടകരമായിരുന്നു എന്നുള്ളത്. ഇതിലിപ്പം പലർക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഹാബിറ്റ് മാറ്റുമ്പോൾ പല അസുഖങ്ങൾ കുറയോ ഇല്ല എന്നുള്ള പലരും ഒരു ട്രയൽ സ്വന്തം മേത്ത് പലരും നടത്താറുണ്ട്. പക്ഷെ ഇതിൽ സീരിയസ് ആയിട്ടുള്ള ചില രോഗലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണം. അതിലിപ്പോൾ പലപ്പോഴും നമ്മൾ ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ അവർ തന്നെ ഹോസ്പിറ്റലിൽ വരും. പക്ഷെ പലപ്പോഴും വരാണ്ടിരിക്കാനും ചില അവസ്ഥകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്ഷീണം മാത്രം തോന്നുന്നു, പടി കയറുമ്പോൾ കിതപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഒന്ന് കുറച്ച് കുറഞ്ഞു, പ്രത്യേകിച്ച് കാരണമൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള ബ്രസ്റ്റിലുള്ള തടിപ്പ് പെയിൻലെസ് ആയിരുന്നു. പെയിൻലെസ് ആയതുകൊണ്ട് വന്നില്ല. ഇതാണ് നമ്മൾ ഒരു 100% ആൾക്കാർ ഇപ്പോൾ എടുക്കുകയാണെന്ന് വെച്ചാൽ അതിലൊരു 80-90 ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബ്രസ്റ്റിലുള്ള തടിപ്പ് വേദന ഇല്ലാത്തതുകൊണ്ട് വന്നില്ല എന്ന് പറയുന്നു. പലപ്പോഴും പലർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കോമൺ സിംറ്റം പെയിൻലെസ് തടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇത് എന്താണ് നമ്മൾ പേടിക്കാനുള്ളതല്ല, അറിഞ്ഞിരിക്കേണ്ടുള്ള എന്താണെന്നുള്ളത് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറച്ചൊരു റെഡ് ഫ്ലാഗ് സിംറ്റംസ് നമ്മൾ പറയും. അത് ഓരോ അസുഖത്തിനും ഡിസ്ക്രൈബ്ഡ് ആണ്. അതിപ്പം ചില സിംറ്റംസിനെ നമ്മൾ കാര്യമായിട്ട് ബോധർ ചെയ്യാത്ത സാധനങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കിതപ്പ് എന്നുള്ളത് ചിലപ്പോൾ അനീമിയ ഉണ്ടാകും, ബ്ലഡ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ പലപ്പോഴും നടക്കുമ്പോൾ കിതപ്പ് പോലെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ ഈ വെയിറ്റ് ലോസും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ക്യാൻസറിൻ്റെ ലക്ഷണം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ CS സ്റ്റമക്കുള്ളൊരു പേഷ്യൻറ്റ്, ക്യാൻസർ സ്റ്റമക്കുള്ള പേഷ്യൻറ്റ് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. വെയിറ്റ് കുറഞ്ഞു, പടി കയറുമ്പോൾ കിതപ്പ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ പ്രായത്തിൻ്റെ ക്ഷീണമാണെന്നൊക്കെ വിചാരിച്ചിരിക്കും.
അപ്പോൾ എന്തെങ്കിലും നമുക്ക് അപ്പാർട്ട് ഫ്രം യൂഷ്വലായിട്ട് തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു ചെക്കപ്പ് ചെയ്യാം. ഇപ്പോൾ എന്ത് എളുപ്പമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തോരം എളുപ്പമായിട്ട് ചെക്കപ്പും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. US-ലും UK-ലൊക്കെ എന്തോരം വെയിറ്റ് ചെയ്യണം, ഒരു അൾട്രാസൗണ്ട് എടുക്കണമെങ്കിൽ 3 മാസം വെയിറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എന്തോരം ഫ്രീ ആയിട്ട് നമുക്ക് ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ വലിയ ചിലവില്ല, എൻഡോസ്കോപ്പി ചെയ്യാൻ ചിലവില്ല. നമ്മുടെ നാട്ടിൽ ഹെൽത്ത് കെയർ ആക്സസിന് ഒരു പ്രശ്നമില്ല. പക്ഷേ എന്താണ് റെഡ് ഫ്ലാഗ് സിംറ്റംസ്, നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്താണെന്ന ഒരു അവയർനെസ്സാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്കപ്പ് നടത്താനൊന്ന് മുൻകരുതലെടുത്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത്. നമ്മളെപ്പോഴും നമ്മളെ പേഷ്യൻസിനെ പറ്റി എപ്പോഴും ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞൊരു പേഷ്യൻറ്റിൻ്റെ ഒരു ഫർദർ ഇനി എന്താ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇനി ഒരു ചെയ്യാൻ പോകുന്ന ഒരു കേസിൻ്റെ ഒരു പ്ലാനിങ്, അങ്ങനത്തെ ഒരു ഫേസിലായിരിക്കും എപ്പോഴും ഒരു മൈൻഡ് അതിലായിരിക്കും ഇൻവോൾവ് ആയിട്ടിരിക്കുന്നുണ്ടാവുക. അത് എസ്പെഷ്യലി നമുക്ക് ഒരു ന്യൂറായിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള കേസൊക്കെ വരുമ്പോൾ പിന്നെ അതിനെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും പലതും ഒക്കെയാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഓടുന്നത്. ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഒരു മേ ബി ഒരു 9 to 5 ജോബിലുള്ള പോലെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇതിൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ OP ദിവസങ്ങളുണ്ടാവാം, OT ദിവസങ്ങളുണ്ടാവാം, ചിലപ്പോൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. നമ്മൾ OP കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് കോൾ വരിക, അല്ലെങ്കിൽ നമ്മളൊരു കൊളീഗിനെ ഹെൽപ്പ് എന്ന രീതിയിൽ OT പോകേണ്ടി വരിക. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആൾക്കാർ മനസ്സിലാക്കാത്ത കാര്യം, ചിലപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ സമയം ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ അവൈലബിൾ ആവാണ്ടാവും. പലരും വിഷമം പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും പലപ്പോഴും ഇതുപോലെയുള്ള ഒരു അൺപ്ലാൻഡ് ഇവൻറ്റ്സ് പലപ്പോഴും നടക്കും. പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതും ഉണ്ട്, അൺപ്ലാൻഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നടക്കും. അതാണ് നമ്മുടെ അടുത്ത് പലപ്പോഴും വരുന്ന ആൾക്കാരും എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ സർജൻ്റെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ സന്തോഷം വരുന്ന സാധനം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് സർജറി വേണ്ട എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം വരും. പക്ഷേ സർജറി പലപ്പോഴും നമുക്ക് സർജറി ചെയ്യേണ്ട ആൾക്കാരായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ന്യൂസ് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പലരും ഓക്കെ ആയിട്ട് കേൾക്കും. ചിലർ ആപ്രിഹെൻസീവ് ആയിരിക്കും, ചിലർ വളരെ വെറീഡായിരിക്കും, ചിലർ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കും. വെറീഡായിട്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മളെപ്പോഴും പറയാറുള്ളത്, സർജറി പലപ്പോഴും നമ്മൾ അനസ്തീഷ്യയിലായിരിക്കും, അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യ, അല്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ്യ. അപ്പോൾ അതിലാണെന്ന് വെച്ചാൽ നമുക്ക് കാര്യമായിട്ട് വേദന വരുന്നില്ല. അപ്പോൾ പലപ്പോഴും ചെറിയൊരു സൂചി വെക്കുന്ന ഒരു മാത്രമേ ഉള്ളൂ, കയ്യിലൊരു സൂചി വെക്കുന്നു, അതിൽ മരുന്ന് പോകുന്നു, പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ ജനറൽ അനസ്തീഷ്യയുടെ ഒരു മിറക്കിളാണ് ശരിക്കും. പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളുടെ ഒരു വേദനയും കാര്യങ്ങളും നമ്മൾ സർജറി സമയത്ത് അറിയുന്നില്ല. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ളൊരു വേദനയും കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു സമയവും സർജറിയുടെ സമയവും കംഫർട്ടബിൾ ആക്കാനായിട്ടുള്ള രീതിയിൽ മോഡേൺ മെഡിസിൻ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത് വെറി ചെയ്യാൻ മാത്രമുള്ളൊരു സംഭവമല്ല, അത് എന്തായാലും ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ യെസ്, ഒരു പെയിൻ ഒരു ഫാക്ടർ ഉണ്ട്. പെയിൻ പൂർണ്ണമായും ചിലപ്പോൾ ഫുള്ളായിട്ട് പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള നമുക്ക് മെഡിസിൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പെയിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒത്തിരി ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്, അതും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓവറോൾ ഹെൽത്തിന് വേണ്ടി നമുക്ക്, എനിക്ക് തോന്നുന്നു, മോഡിഫയബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജെനറ്റിക്സ് ഉണ്ടാവും, ഫാമിലി ഹിസ്റ്ററി ഓഫ് കുറേ ക്യാൻസേഴ്സ് ഉണ്ടാവും, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾ സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിലും സ്മോക്കിംഗ് ചെയ്യുന്നത്. അത് പലരും യൂസ്ഡ് ആയിട്ട് ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. പക്ഷേ അത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഹെൽത്ത് റിസ്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് നിർത്തുക, ആൽക്കഹോൾ, പണ്ട് പറഞ്ഞിരുന്നത് ആൽക്കഹോൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പറയാറുള്ളതിൽ ആൽക്കഹോളിനൊരു സേഫ് ലിമിറ്റ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആൽക്കഹോളും നല്ലതല്ല.